പ്രജീഷ്, 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ഇതുവരെ തുറന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും സുൽത്താൻ ബത്തേരി താലൂക്കിലാണ് 3 ക്യാമ്പുകൾ. നെന്മേനി, നൂൽപ്പുഴ പഞ്ചായത്തുകളിലായി 27 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതേപോലെ വൈത്തിരി താലൂക്ക് മുട്ടിൽ പഞ്ചായത്തിലെ കുമ്പളാട് കോളനിയിലെ ആളുകളെയും പറളിക്കുന്ന സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മുത്തങ്ങ ഭാഗത്താണ് വലിയ രീതിയിൽ വെള്ളപ്പൊക്ക ഭീഷണിയുള്ളത്. കല്ലൂർ പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ്. മുത്തങ്ങ LP സ്കൂളിലേക്കും മന്മഥൻമൂല ഉൾപ്പെടെയുള്ള 3 പട്ടികവർഗ ഉന്നതികളിലേക്കുമുള്ള റോഡിലടക്കം വെള്ളം കയറിയ അവസ്ഥയുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് മുൻപ് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും നിർത്താതെ മഴ പെയ്യുന്നുണ്ട്. രാവിലെ പലയിടത്തും മരങ്ങൾ വീണ ദേശീയപാതയിലടക്കം ഗതാഗത തടസ്സമുണ്ടായിരുന്നു. പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായിരിക്കുകയാണ്. ഇന്നലെ മുതൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രജീഷ്, ശരി, വയനാട്ടിലും സ്ഥിതി മറ്റ് ജില്ലകളിലൊക്കെ തന്നെ കണ്ടതുപോലെ തന്നെയാണ്. പുഴകളൊക്കെ തന്നെ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യത്തിൽ ആളുകളെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥ കൂടി വന്നു ചേരുകയാണ്. അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കണം. കാരണം ഇത്തവണ നേരത്തെ തന്നെ മഴ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മഴ കൂടുതൽ ശക്തിപ്പെടുന്നു മലയോര മേഖലയിലടക്കം എന്നുള്ളതാണ്